നമസ്കാരം. ഈ വഖഫ് വഖഫ് എന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് കിടന്ന് ബഹളം കൂട്ടുകയാണ്. മുൻപത്തെ വഖഫ് ഭൂമിയുടെ വിഷയവും അതുപോലെ തന്നെ രാജ്യമൊട്ടാകെയുള്ള വഖഫ് ഭൂമി, അതുപോലെ വഖഫ് ഭൂമിയിലാണ് പ്രയാഗ്രാജിൽ ഈ പരിപാടി നടക്കുന്നത്, മഹാകുംഭമേള നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും ചർച്ചയായത്, വാർത്തകളിൽ നിറഞ്ഞത്. ഇന്നിപ്പോൾ മുൻ ഡി ജി പി, അതായത് ഡി ജി പി റാങ്കിലുള്ള മുൻ വിജിലൻസ് ഡയറക്ടർ കൂടിയായ അദ്ദേഹം സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയനായ ഒരു സീനിയർ IPS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജേക്കബ് തോമസ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കാര്യം എഴുതിയിരിക്കുന്നു. ഒരു മതത്തിന് മാത്രം ഇത്തരം ബോർഡും, വഖഫ് ബോർഡ് എന്നാണ് ഉദ്ദേശിച്ചത്, സംസ്ഥാന മന്ത്രിയും കൂടുതൽ സ്ഥലം നേടാനുള്ള വഴികളും എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെയും അതുപോലെ വഖഫ് ബോർഡിനെയും അസറ്റ് മാനേജ്മെന്റിനെയും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ജേക്കബ് തോമസ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും അദ്ദേഹം അതിന്റെ പേപ്പർ കട്ടിങ്, അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് വഖഫ് ഭൂമികളിൽ വാടകക്കാർക്ക് ദീർഘകാല കരാർ വേണമെന്ന ശുപാർശ, ആദിവാസി ഭൂമി വഖഫായി മാറ്റാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് വഖഫ് ഭേദഗതി ബില്ല് പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ ശുപാർശ അന്തിമ യോഗത്തിൽ അംഗീകരിക്കാനിരിക്കുന്ന കരട് ബില്ലിലാണ് ഇതടക്കമുള്ള ശുപാർശകൾ ഉള്ളത്. ഭരണഘടനയുടെ 5-6 ഷെഡ്യൂളുകളിൽ ആദിവാസിക്ക് ഭൂമി നൽകിയിരിക്കുന്ന ഭൂമിക്ക് സംരക്ഷണം ഉറപ്പാക്കണം. ഇത്തരം ഭൂമി വഖഫായി പ്രഖ്യാപിക്കുന്ന ഒട്ടേറെ കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടതായി സമിതി ചൂണ്ടിക്കാട്ടി. ഇത്തരം ഭൂമി വഖഫാക്കി മാറ്റുന്നത് ശരിയായ നടപടിയല്ല. ഇസ്ലാം മതാചാരങ്ങൾ പിന്തുടരാത്ത ഇവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് ഇത്തരത്തിലുള്ള സംഗതികൾ. വഖഫ് ഭൂമികളിൽ വാടകയ്ക്ക് കഴിയുന്നവർ നേരിടുന്ന കുടിയൊഴിപ്പിക്കൽ ഭീതി ഒഴിവാക്കാൻ ദീർഘകാല വാടക കരാർ നടപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്നും ശുപാർശയുണ്ട്. രാജ്യത്താകെ 12 ലക്ഷം പേർ ഇത്തരത്തിൽ കഴിയുന്നു. കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനം ഇവയെ കൂടുതൽ വിശാലവും വൈവിധ്യവുമാക്കും എന്നുള്ള കാര്യമൊക്കെ തന്നെ സമിതി ഇപ്പോൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അതായത് ആദിവാസി ഭൂമികൾ, രാജ്യത്തൊട്ടേറെ ആദിവാസി ഭൂമികളുണ്ട്. ആദിവാസികൾക്ക്, വനവാസികൾക്ക് പ്രത്യേകമായ ഭൂമിയിൽ അവകാശമുണ്ട്. അവർക്ക് സർക്കാർ അവരുടെ അവകാശം അനുസരിച്ചുള്ള ഭൂമി കൃത്യമായി തന്നെ, ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാമെന്ന് പറയുന്നതേ ഉള്ളൂ. അവർക്ക് അങ്ങനെ കൊടുക്കുന്നില്ല. കാരണം ഇവരെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അവർക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ പലതും വഖഫ് ബോർഡുകളാണ്, അല്ലെ വഖഫ് ഭൂമികളാണ് എന്ന് വഖഫ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട്. അപ്പം ഇത്തരം ഭൂമികളെ അവർക്ക് ഈ വഖഫ് ബോർഡിന്റെ ഭൂമിയിൽ പെടുത്താതെ അവർക്കത് നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ JPC, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശുപാർശ. മാത്രമല്ല, ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഭൂമി ആയിരുന്നു, ഇതെല്ലാം വഖഫിന്റെ ഭൂമി ആയിരുന്നു, ഇവിടെ ഓരോരുത്തരും താമസിക്കുന്നതും വഖഫിന്റെ ഭൂമിയിലാണ്, നാളെ നിങ്ങൾ ഇറങ്ങിത്തരണം എന്ന് പറഞ്ഞ് ഇവർ വന്നാൽ ഇവിടുന്ന് മറ്റുള്ളവർ ഇറങ്ങി കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തന്നെ തുടക്കത്തിലുണ്ട്. ഏത് ഭൂമിയും വഖഫാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ, അല്ലെങ്കിൽ അത് കോടതിയിൽ പോയാൽ, അല്ലെങ്കിൽ മറ്റ് ലാൻഡ് ട്രൈബ്യൂണലിലൊക്കെ തന്നെ ഒരു പരാതി കൊടുത്താൽ പിന്നെ അതിന്റെ പുറകെ കേസിന് പോകണം. അത് കോടതിയിലെത്തി അതിന്റെ മറ്റ് പരിശോധനകൾ കഴിഞ്ഞ് അതിന്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇത് വഖഫല്ല എന്ന് തെളിയിക്കാൻ പറ്റുകയുള്ളൂ. സിവിൽ കേസായിട്ട് അത് എത്ര കാലം കോടതിയിൽ കിടക്കും? അത്രയും കാലം നമുക്ക് ആ ഭൂമി വിൽക്കാനോ മറിച്ച് വിൽക്കാനോ അല്ലെങ്കിൽ ഭാഗം വെക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലെ കുറെ കാര്യങ്ങൾ. അതാണ് ജേക്കബ് തോമസ് സാർ ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിലുള്ള ഭീതിതമായ അവസ്ഥയിലേക്ക് രാജ്യത്തെ ഭൂമി എത്തിപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് ഈ വഖഫ് മുറവിളികൾ. ആദിവാസികൾക്ക് കൊടുക്കുന്ന ഭൂമി വഖഫാണെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും? സർക്കാരിന് അതിനുള്ള അവകാശം കോടതി നിഷേധിച്ചാലും, അല്ലെങ്കിൽ വഖഫാണ് എന്ന് വെറുതെ പറഞ്ഞാൽ ആ ഭൂമി വഖഫാകുന്നു? അതൊക്കെ അതിൻ്റെതായ നിയമങ്ങളില്ലേ, അതിൻ്റെതായ കൃത്യമായ രേഖകളും കാര്യങ്ങളും ഇല്ലേ, കൃത്യമായ നിരീക്ഷണങ്ങളില്ലേ, പ്രാചീന കാലം മുതലുള്ള അതിന്റെ കണക്കുകളില്ലേ? ഇതൊക്കെ വെറുതെ അങ്ങ് സ്കെച്ച് സഹിതമുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ വഖഫാണ് എന്ന് പറയാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഭൂമി വഖഫാണെന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. നാളെ പരാതി കൊടുക്കാം. ഒരു വേള അത് പരാതി തീർപ്പാകുന്നതുവരെ എനിക്ക് ഈ ഭൂമി, എന്റെ ഭൂമി വിൽക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു വീട് പണിയാനോ അല്ലെങ്കിൽ ഉള്ള എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ പൊളിച്ചു കളയാനോ ഒന്നും പറ്റാത്ത സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് കോടതി പറഞ്ഞാൽ ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ ആദിവാസികളെയും അങ്ങനെയുള്ളവരെ, പാവപ്പെട്ടവരെയും ഭൂമിക്ക് അവകാശപ്പെട്ടവരെ ഒക്കെ തന്നെ പറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്ന സമയത്താണ് ഇപ്പോൾ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശുപാർശകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നടപ്പിലാവേണ്ടവ തന്നെയാണ് അടിയന്തരമായി. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com
Iron Build, Gujarat. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.